എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് നീ അടുത്ത് വേണമെന്ന് ആ വ്യക്തി പറയും ഇനി എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ വെളുത്ത ശംഖ് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നീ എപ്പോഴും അടുത്ത് വേണമെന്ന് ആ വ്യക്തിന് പറയും. കാരണം ആ വ്യക്തി ഒരു ജീവിതത്തിൽ ഇതുവരെ നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാതെ പോയ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷേ ആ വ്യക്തി നിങ്ങളെ ഒരു ഗുരുതുല്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ഭവ്യതയോടെയൊക്കെ കാണുന്ന ഒരാളാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങൾ നൽകിയ ഉപദേശങ്ങളൊക്കെ ആ വ്യക്തി നന്നായി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങൾ വേണം. ആ വ്യക്തിക്ക് പ്രിയപ്പെട്ടതായിട്ട് മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നൽകുന്ന ഉപദേശവും നിങ്ങളുടെ ഒരു രക്ഷകർത്തൃത്വവും ആ വ്യക്തി സ്വീകരിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിലത് സന്തോഷം ഉണ്ടാകുന്നു. നിങ്ങൾ ഓരോ ഘട്ടത്തിലും ആ വ്യക്തിയെ സഹായിക്കുന്നതും ഓരോ ഘട്ടത്തിലും ആ വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നതൊക്കെ ആ വ്യക്തി പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതിശക്തമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് ചായുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. നിങ്ങളെ മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത വരുന്നു. നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ആ വ്യക്തിയിലുണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം. ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുമുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണെന്നുള്ള കൃത്യമായ ഒരു ധാരണ ആ വ്യക്തിയുടെ മനസ്സിൽ വന്നിരിക്കുന്നു. കാരണം നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ചേഷ്ടകളും നിങ്ങളുടെ ഓരോ അഭിപ്രായ പ്രകടനങ്ങളും അതിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ആ വ്യക്തിയുടെ മനസ്സ് തുറന്നിട്ടില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നോ ആ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്നോ എന്നുള്ളതൊന്നും ആ വ്യക്തി പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞാണ് നിൽക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി, നിങ്ങളെപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഉടൻ തന്നെ സ്വീകരിച്ചാൽ മതി, നിങ്ങളുടെ ഓരോ വിളിക്ക് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം ആ വ്യക്തിയുടെ മറ്റ് ചില ആളുകൾ ആ വ്യക്തി പ്രധാനപ്പെട്ടതായിട്ട് സ്വീകരിച്ച ചില വ്യക്തികളിൽ നിന്ന് ആ വ്യക്തിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ മാറി വരികയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമായ ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു. അത്രത്തോളം ആ വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നിങ്ങൾ മാത്രമാണെന്ന് ആ വ്യക്തിക്ക് അറിയുന്നു, ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ദൃഢമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങളോട് തന്നെ ആ വ്യക്തി തുറന്നു പറയുന്ന ഒരവസ്ഥയാണ് ഇതിനുണ്ടാകാൻ പോകുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ റോസാപുഷ്പ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയിൽ ഇതുവരെ പ്രണയം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ പക്ഷേ ആ വ്യക്തിയിൽ പ്രണയം നിങ്ങളോടുണ്ടായിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ ആ പ്രണയത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആ പ്രണയത്തെ വല്ലാതെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ വ്യക്തി ഇതുവരെ നിങ്ങളോടുള്ള പ്രണയം കാണിച്ചിരുന്നില്ല, നിങ്ങളോടുള്ള പ്രണയം അറിയിച്ചിരുന്നില്ല. പക്ഷേ ഇനി ആ വ്യക്തി നിങ്ങളോടുള്ള ആ പ്രണയം അറിയിക്കാൻ പോവുകയാണ്. നിങ്ങളോടുള്ള ആ പ്രണയം ആ വ്യക്തിക്ക് ഇനിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ആ വ്യക്തി ഉറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തിക്ക് ഇനി നിങ്ങളോടുള്ള പ്രണയം കാണിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇനി നിങ്ങളോടൊപ്പം പ്രണയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ ഉൾക്കൊള്ളാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. കാരണം ആ വ്യക്തി അത്രത്തോളം നിങ്ങളുടെ ഇഷ്ടത്തെ അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കാനുള്ളൊരു ഭാവത്തിൽ വരികയാണ്. ഇതുവരെ പല ഘടകങ്ങളും ഒരുപക്ഷെ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാം. ഒരുപക്ഷെ നിങ്ങളിൽ ആ വ്യക്തിയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്നുള്ളത് ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു. ഇനി ആ വ്യക്തിയെ പിടിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പോലും നിങ്ങളെ പ്രണയിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയാൻ ആ വ്യക്തിക്ക് പോലും സാധിക്കില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ആ ഒരു ധാരണയോടെ, ആ ഒരു സാധ്യതയോടെയാണ് ആ വ്യക്തി പ്രണയിക്കാൻ പോകുന്നത്, ഇഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ആ വ്യക്തിക്കൊരു ജീവിതമില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം പൂത്ത് ഉലയുകയാണ്. ആർക്കും തകർക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും പിന്നോട്ട് പോകാൻ കഴിയില്ല, ആ വ്യക്തിക്ക് അത്രത്തോളം പിന്നോട്ട് പോകാൻ കഴിയില്ല.
അങ്ങനെ ദൃഢമായ ഒരു പ്രണയമായി അത് മാറുന്നു, അത് മാറാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അലയൊലികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ വ്യക്തിയുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ, നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ അസാധ്യമാണ്. അത്രത്തോളം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ പ്രണയിച്ചു കൊടുക്കുന്നു. കാരണം ആ വ്യക്തിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ഇനി ഈ വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ആ വ്യക്തി ഇപ്പം നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളെ മാത്രം ഉൾക്കൊണ്ട്, നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു. ഇനി ആ വ്യക്തിക്ക് മറ്റൊരു ചോയ്സ് വേണ്ട. ആ വ്യക്തി പറയുന്നതും ആ വ്യക്തി മനസ്സിലാക്കുന്നതൊക്കെ ഇനി ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റാരും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ മനസ്സിൽ കണ്ടത് സാധിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹപ്രകാരം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ആ വ്യക്തി വ്യക്തമാക്കുന്നു. ആ വ്യക്തിക്ക് മറ്റൊരു ഓപ്ഷനില്ല, നിങ്ങളെ കാണാതിരിക്കാൻ പോലും കഴിയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.